പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഭാരതം പാകിസ്ഥാന് നൽകി. ഈ തീവ്രവാദികളുടെ സ്കൂളുകൾ, അതായത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്കൂളുകൾ, ലഷ്കർ ഇ തോയ്ബയുടെ സ്കൂളുകൾ, അതെല്ലാം ഇന്ത്യ അടിച്ചു തകർക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്ന് ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ എയർഫോഴ്സും എല്ലാം തന്നെ അവിടെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ വലിയൊരു ഭയത്തോടെയാണ് ഈ തീവ്രവാദ സംഘടനകൾ ഇന്ത്യയെ നോക്കിക്കാണുന്നതെങ്കിലും ഇന്ത്യക്കിട്ട് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് ഇവർ പല തന്ത്രങ്ങളും മെനയുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഇന്ത്യ സ്പോട്ടിൽ തന്നെ അതിനെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഓരോ മാസവും ഡൽഹിയിൽ 8ഉം 9ഉം 10ഉം ISAയുടെ തീവ്രവാദികളെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിൽ പിടികൂടുന്നത്. നിലവിൽ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി, അതായത് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി ഈ സ്ത്രീകളെ കളത്തിലിറക്കിയിരിക്കുകയാണ്. അതായത് സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ആണുങ്ങളെ വശീകരിച്ച് അവരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരാനുള്ള, അതായത് ഈ ആണുങ്ങളോടത്ത് പ്രേമമൊക്കെ നടിച്ചുകൊണ്ട് ഈ ആണുങ്ങളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഈ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഒരു നീക്കം നടത്തിയത്. ഇത് IB കണ്ടെത്തുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അലേർട്ട് കൊടുക്കുന്നു. ഇന്ത്യയിലെ എല്ലാ ഇന്റലിജൻസ് ടീമിനോടും സ്പെഷ്യൽ ടീമിനോടും അലേർട്ടാണ്. ഇങ്ങനൊരു സാധനം ഉണ്ട്, ജെയ്ഷെ മുഹമ്മദ് ഇങ്ങനൊരു നീക്കം നടത്തുന്നുണ്ട്, സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരെ വശീകരിച്ച് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കുക എന്ന് IBയും അതോടൊപ്പം തന്നെ റോയും ഒരു നിർദ്ദേശം നൽകി. അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള പരിശോധന 24 മണിക്കൂറും നടക്കുകയാണ്. ആ പരിശോധനയിലാണ് രാജസ്ഥാനിൽ ഭീകരവിരുദ്ധ സേന ഒരു യുവതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ആ യുവതിക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ലീപ്പർ സെല്ലുമായി ബന്ധമുണ്ട് എന്നാണ് രാജസ്ഥാനിലെ ATS ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. ഗംഗാപൂർ സ്വദേശിനിയും നിലവിൽ ജയ്പൂരിൽ താമസിക്കുകയായിരുന്ന ബബിത ദാക്കഡ് ആണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് 2 SIM കാർഡുകളും വിദേശ പ്രൊഫൈലുകളിലേക്ക് ലിങ്കുകൾ ഉള്ളതും ആക്ഷേപകരവുമായ ഉള്ളടക്കങ്ങൾ അടങ്ങിയതുമായ ഒരു Facebook അക്കൗണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇവർ നിരന്തരം എല്ലാ ദിവസവും പാകിസ്ഥാനിലെ ISIയുമായിട്ടും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദിലെ ഉന്നത കമാൻഡർമാരുമായിട്ട് ഇവർ ആശയവിനിമയം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്നൊരു നിർണായകമായ ഒരു നിർദ്ദേശവും, അതായത് നിർണായകമായ ഒരു തെളിവ് രാജസ്ഥാൻ ATS കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ Facebook ഫ്രണ്ട് ലിസ്റ്റിൽ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള നിരവധി ഭീകര സംഘടനകളുടെ പതാകകളും സായുധരായ വ്യക്തികളുടെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ച നിരവധി അക്കൗണ്ടുകൾ ഉള്ളതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ നിരവധി പാകിസ്ഥാൻ നമ്പറുകളുമായും വിദേശ കോൺടാക്റ്റുകളുമായും ഇവർ വാട്സപ്പ് വഴി ആശയവിനിമയം നടത്തി വരികയാണെന്ന് പോലീസ് കണ്ടെത്തുന്നുണ്ട്. ഫോൺ വഴി യുവതിയുടെ മതപരിവർത്തനത്തിന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു പുരോഹിതൻ സൗകര്യമൊരുക്കിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അബു ഉബൈദ എന്നയാൾക്ക് ഇവരെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പുരോഹിതൻ അറിയിച്ചതായും ഇതിന്റെ ഭാഗമായി പ്രാർത്ഥനകൾ നടത്താൻ നിർദ്ദേശിച്ചതായും സൂചനയുണ്ട്. യുവതിയെ നേപ്പാൾ, സൗദി അറേബ്യ അല്ലെങ്കിൽ UAE വഴി പാകിസ്ഥാനിലേക്ക് കടത്താൻ പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. പഴയ ഭീകരാക്രമണ കേസുകളിൽ ഉൾപ്പെടെ ഉള്ളവരുമായും ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ അടുത്ത അനുയായികളുമായും ഇവർക്ക് ബന്ധമുള്ളതായി സൂചനയുണ്ട്. ഇന്ത്യൻ എയർലൈൻസ് IC-814 വിമാനം തട്ടിക്കൊണ്ടുപോയ കേസുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. 2016 നവംബർ 29 ജമ്മുവിലെ ബാലനി ബീച്ചിലുള്ള ഇന്ത്യൻ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ഇവർക്കായി തെരച്ചിൽ നടത്തി വരികയാണ്. ജെയ്ഷെ കമാൻഡർ ഖാരി സറാർ ആസൂത്രണം ചെയ്ത ആ ആക്രമണത്തിൽ 6 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ഡിജിറ്റൽ തെളിവുകൾ കൂടുതൽ പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ഭീകരവിരുദ്ധ സേന പറയുന്നുണ്ട്. ഭീകര സംഘടനകൾ ഇവരെ ഭീകരവാദത്തിലേക്ക് ആകർഷിച്ചതായും മതം മാറ്റാൻ ശ്രമിച്ചതാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 6-7 മാസങ്ങളായി ഇവരെ മതപരിവർത്തനം നടത്താനും ഇന്ത്യയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാനും ശ്രമങ്ങൾ നടത്തുന്നതായി പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നിരോധിത സംഘടനയുമായി ബന്ധമുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദുമായുള്ള ഇവരുടെ വ്യക്തമായ ബന്ധവും പുറത്തു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൂടാതെ ഇവരുടെ ഫേസ് ഇപ്പോൾ നമുക്ക് അറിയാം, IBയുടെയും റോയുടെ കയ്യിലും മിലിറ്ററി ഇന്റലിജൻസിന്റെയും ഒരു പ്രത്യേകതരം ആപ്പുണ്ട്. ആ ആപ്പിൽ ഇവരുടെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്താൽ ഇവർ ഏതൊക്കെ തീവ്രവാദ ബന്ധങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട്, നഗരത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും തരത്തിൽ ഇവർ സ്ഫോടനം നടത്തിയതിൽ ഇവർക്ക് പങ്കുണ്ടോ എന്നടക്കമുള്ള സകല ഡീറ്റെയിൽ, ഇവർ ഏതെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിലും ഇവരെ പറ്റി അറിയാം. അപ്പോൾ ഈ രാജസ്ഥാൻ ATS ഈ ഡീറ്റെയിലുകളെല്ലാം തന്നെ നേരെ IBക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രീയെ രാജസ്ഥാനിൽ നമ്മൾ പിടികൂടിയിട്ടുണ്ട് എന്നത്. ഇനി കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഇനി വരും ദിവസങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.